ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ മാങ്ങ ചമ്മന്തിയാണ്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചെറിയുള്ളി, വറ്റൽമുളക്, ഒരു പച്ചമാങ്ങയാണ് ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഇഷ്ടാനുസരണം ഇപ്പോൾ 2 3 ഉണ്ടെങ്കിൽ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കുറച്ചും കൂടി ഇരട്ടി അങ്ങനെ എടുത്താൽ മതി. ഒരു കുറച്ച് ചെമ്മീനും, അപ്പോൾ എൻ്റെ അടുത്തുള്ള ചെമ്മീൻ അത് കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ഓരോന്നും ചേർക്കാം. ചമ്മന്തി അറിയുമ്പോൾ അങ്ങനെയാണല്ലോ, നമ്മളെ ഇഷ്ടാനുസരണം ഏതാണോ നമുക്ക് മുന്തി നിൽക്കേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാം. അപ്പോൾ ഇതിൽ ഏറ്റവും ടേസ്റ്റ് മുന്തി നിൽക്കുന്നത് എന്താ വെച്ചാൽ ഈ ചെറുള്ളി ചേർക്കുമ്പോഴാട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇതൊക്കെ ഒന്ന് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളിതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ വൃത്തിയാക്കി കഴുകി ഒക്കെ റെഡിയാക്കി വെച്ചതാണ്. എന്നിട്ട് നമ്മൾ ഒക്കെ ചട്ടിക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോഴാണ് ഒരു കാര്യം പറഞ്ഞത്, നമ്മളെ താരം കറിവേപ്പില എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ കറിവേപ്പിലയും നമ്മൾ 3 തണ്ട് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഒക്കെ ചമ്മന്തിക്കൊക്കെ ഉള്ള പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട, ഇപ്പം നമുക്ക് കുറേ ചെറുള്ളിൻ്റെ ഇതാണ് വേണ്ടിച്ചാൽ ചെറുള്ളി ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഒക്കെ അത്യാവശ്യത്തിന് ഒരു പാകത്ത് ഒരു സാധാരണ നമ്മൾ ചമ്മന്തി ഇറക്കാൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എത്രയാണ് ഉപയോഗിക്കുന്നത് അത്ര ഉള്ളൂട്ട് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആദ്യം മാങ്ങ കൂട്ടാതെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് അരച്ചെടുക്കുകയാണ്. നല്ലോണം അങ്ങനെ അരച്ചിട്ട് പിന്നെ മാങ്ങ ചേർത്തിട്ട് അരക്കുകയാണ് കേട്ടോ. അല്ലാതെ ഒന്നിച്ചിട്ട് ഇടുന്നില്ല. പിന്നെ അതും അരച്ചെടുത്തു. അപ്പോൾ നമ്മളെ ചമ്മന്തി ഇവിടെ റെഡിയായി. അപ്പോൾ ഇനി റമദാനൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഈ ചീരകഞ്ഞിയൊക്കെ കുടിക്കുന്നവർക്കൊക്കെ റമദാനിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു വിഭവമാണ് കേട്ടോ ഇത്.